നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. ജ്ഞാനപ്പാന 13ാമത്തെ ഭാഗത്തിലെത്തി. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് വിഷ്ണുലോകത്തിന് വൈകുണ്ഠത്തിന് പോയി കൊള്ളുവിനെല്ലാവരും എന്നാണ്. നമ്മുടെ ഇതുവരെയുള്ള ജന്മം ഇതുവരെയുള്ള ജന്മങ്ങൾ എന്തൊക്കെയോ ആയിട്ട് കൃമികീടാദികളെല്ലാമായി നമ്മളൊരു പക്ഷേ ജീവിച്ചിട്ടുണ്ടായിരിക്കാം. എത്രയോ പാപകർമ്മങ്ങൾ ഒടുങ്ങുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അത്രയും ദുർലഭമാണ്. നാരായണീയത്തിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏവം ദുർലഭ്യ വസ്തുക്ക് ശ്രേഷ്ഠജന്മം കിട്ടിയിട്ട് ഇനിയിപ്പോൾ അഥവാ ഈ ജീവിതത്തിൽ തന്നെ, കഴിഞ്ഞ ജന്മങ്ങളുടെ കഥ പോട്ടെ, ഈ ജീവിതത്തിൽ തന്നെ ഇത്രയും കാലം നിങ്ങൾ വെറുതെ പാഴാക്കി കളഞ്ഞു എങ്കിൽ ഇനിയുള്ള കാലത്തെങ്കിലും നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വെച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് ക്രോധം, കുശുമ്പ, അസൂയ, മത്സരം, ഇതെല്ലാം മറ്റുള്ളവരോടുള്ള ദേഷ്യം ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഭഗവത് സ്മരണയോടുകൂടെ ജീവിക്കാൻ ശ്രമിക്കൂ എന്നാണ് ഇന്നലെ പറഞ്ഞത്. വീണ്ടും തുടരുന്നു. കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത്, മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. കൂടിയല്ല പിറക്കുന്ന നേരത്ത്, സാധാരണയായിട്ട് ഒരു പ്രസവത്തിൽ ഒരു കുട്ടിയായിട്ടാണ് വരിക. ഇപ്പം പറയാൻ പറ്റില്ല കേട്ടോ, എന്താൽ പോലും. അപ്പോൾ ഒരു നിമിഷം ഒരാൾ മാത്രമേ പിറക്കുന്നുള്ളൂ ലോകത്തിൽ. ഇനി അപ്പോൾ ട്വിൻസാണെങ്കിലും അപ്പോൾ ഞാനടക്കം ഒരു ട്വിന്നിൽപ്പെട്ടതാണ്. അപ്പം ചെറിയൊരു വ്യത്യാസം, ഒരു 5 മിനിറ്റ് വ്യത്യാസമെങ്കിലും കാണും അടുത്ത ആളുടെ വരവിന്. അപ്പോൾ പിറക്കുന്ന നേരത്ത് നമ്മൾ ഒറ്റയ്ക്കാണ്, മരിക്കുന്ന നേരത്ത് ശരി അവർ മരിച്ചു, എന്നാൽ ഞാനും മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മരിക്കില്ല ആരും. ആർക്കും ആഗ്രഹമില്ല അല്ലേ മരിക്കാൻ. അതാണൊരു തമാശ. എപ്പോഴും മരണം വരണമെന്ന് പറയുന്നത് കേട്ടാലേ നമുക്ക് പേടിയാണ്. നമഃശിവായയിൽ നാ എന്ന് പറഞ്ഞാൽ നരകഭയം, മാ എന്ന് പറഞ്ഞാൽ മരണഭയം, ശി എന്ന് പറഞ്ഞാൽ ശൈശവത്തിൽ നമുക്ക് ഭൂതപ്രേതാദികളോടുള്ള ഭയം, വാ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യഭയം, യാ എന്ന് പറഞ്ഞാൽ യമഭയം എന്നാണത്ര എടുക്കേണ്ടത്. ഒരു ഓഡിയോ ക്ലിപ്പിൽ കേട്ടതാണ്. അപ്പോൾ നമഃശിവായ ചൊല്ലുക. നമ്മൾ മരണഭയം മാറ്റാൻ വേണ്ടിയിട്ട്. മരണം നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇനി ആർക്കെങ്കിലും നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ മരണം വന്നു എന്ന് കേട്ടാലും നമുക്ക് വിചാരം നമുക്കിത് വരാൻ പോകുന്നില്ല, ഇപ്പോഴൊന്നും നമുക്ക് വയസ്സായിട്ടില്ലല്ലോ, അധികം കുറച്ചൊക്കെ ഉണ്ട് ഇനിയും കാലം എന്നാണ്. പക്ഷേ ആയുസ്സിന് പ്രമാണമില്ല എന്നാണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് നമ്മളുടെ മനസ്സ് വളരെ ശുദ്ധമാക്കിയിട്ട് വയ്ക്കണം. അപ്പോൾ പിറക്കുന്ന നേരത്ത് ഒറ്റയ്ക്കാണ്, ഇനി മരിക്കുന്ന നേരത്ത് അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ മരിക്കില്ല. അങ്ങനെ മരിക്കുകയാണെങ്കിൽ തന്നെയും 2-3 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് ഒരാൾ മാത്രമേ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുള്ളൂ. മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത്, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ജനനം തൊട്ട് മരണം വരെയുള്ളതിനെയാണല്ലോ ജീവിതം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ജീവിതത്തിൽ അത്രപ്പാടിൽ എന്തിനാണ് വെറുതെ മതമത്സരം? ഒരു കാര്യം നമ്മൾക്ക് നേടാൻ വേണ്ടിയിട്ട് ഇന്നലെ പറഞ്ഞല്ലോ, എന്തക്രമം ചെയ്യാനുള്ള ഒരു മനസ്ഥിതി. എന്തിനാണ് അങ്ങനെ വെറുതെ ഒരാളോട് ദേഷ്യം വെച്ചിരിക്കണത്? ചിലപ്പോൾ കേട്ടിട്ടുണ്ട് 10-30 വർഷമായിട്ട് മിണ്ടില്ല എന്നൊക്കെ, അല്ലെങ്കിൽ അവരോട് ഭയങ്കര ദേഷ്യമാണ്, അവരായിട്ട് ഞങ്ങളൊരു കൂട്ടമില്ല എന്നൊക്കെ. ഇപ്പം ഇത്രയും ചെറിയൊരായുസ്സിൽ നമ്മൾ മറ്റുള്ളവരുടെ യാതൊരു ദേഷ്യവും മനസ്സിൽ വെക്കാതെ, അതുമല്ല അവരെപ്പറ്റി ദുഷിച്ച വർത്തമാനങ്ങൾ പറഞ്ഞ് നടക്കാതെ, നമ്മളുടെ മനസ്സിൽ അഥവാ കറകളുണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ, സംശയമില്ല. അപ്പം നമ്മുടെ മനസ്സ് എത്രയും ക്ലിയറാക്കുന്നോ അത്രയും ശുദ്ധമാക്കിയിട്ട് വെക്കണം. അതാണ് മത്സരിക്കുന്നത് എന്തിനോ നാം വൃഥ. അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ, അർത്ഥത്തിന് കൊതിക്കുന്നതെന്തു നാം എന്നാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനമാണ്, പുരുഷാർത്ഥമുണ്ട്. അതിലേതാ നല്ലതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അർത്ഥമാണ് നല്ലതെന്ന്. പക്ഷേ സത്യത്തിൽ നല്ലത് ഏതാണ്? പുരുഷാർത്ഥമാണ്, മോക്ഷമാണ്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ അജ്ഞാനവും മുഴുവനായിട്ടും തീർന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അല്ലെങ്കിൽ ഏറ്റവും വലിയ നിധിയാണ് പുരുഷാർത്ഥം. അപ്പോൾ പുരുഷാർത്ഥത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഏതാണ് നമ്മൾ കൊതിക്കണത്? പുരുഷാർത്ഥം അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ എന്തിനാണ് താൽക്കാലികമായിട്ട് കിട്ടുന്ന അർത്ഥം? നമുക്ക് എന്തിനാണ്? അർത്ഥത്തിന് കൊതിക്കുന്നത് എന്തുനാം എന്നാണ്.
അതിനൊരു ഉദാഹരണം പറഞ്ഞത് എന്താ? മധ്യാഹ്നാർക്ക പ്രകാശമിരിക്കവേ ഖദ്യോദത്തെയുമാനിച്ചു കൊള്ളേണ്ടു. നട്ടുച്ച സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മളുടെ വീട്ടിലെ അകത്തോ എവിടെയെങ്കിലും അല്ലെങ്കിൽ പുറത്ത് തന്നെ പ്രകൃതിയിൽ ഒരു മിന്നാമിന്നി ഉണ്ടെങ്കിൽ ഇടയിൽ ഒരു മിന്നാമിന്നി മിന്നുന്നത് ആരും തന്നെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അതുപോലെയാണ് നമ്മൾ അവിടെ പുരുഷാർത്ഥം ഇരിക്കുമ്പോൾ ഈ അർത്ഥം തേടിയിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അതുപോലെയുള്ളൂ. അപ്പം നമ്മൾ മിന്നാമിന്നി അവിടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകുന്ന ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നുണ്ടെങ്കിലും നമ്മളത് നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ അതേപോലെ തന്നെയാണ് നമ്മളുടെ കർമ്മത്തിൻ്റെ ഒരു ഫലമനുസരിച്ച്, അതായത് നമ്മളിപ്പോൾ കൂടിയല്ല പിറക്കുന്ന നേരത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ ജനിക്കുകയാണെന്ന് വിചാരിക്കൂ. ഈ പറഞ്ഞ 5 മിനിറ്റ് വ്യത്യാസത്തിലോ 3 മിനിറ്റ് വ്യത്യാസത്തിലോ ജനിക്കുകയാണെങ്കിലും ഈ രണ്ടുപേരും ജനിച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ട്രിപ്ലെറ്റ്സ് ഉണ്ട്. ആ ട്രിപ്ലെറ്റ്സ് 3 പേരും 3 ജോലിയിലേക്കാണ് പോകുന്നത്. ഒരു ഇൻട്രസ്റ്റ് അവർക്ക് കോമൺ ആയിട്ടില്ല. അതേപോലെ 2 പേര്, ഞാൻ ട്വിന്നാണ് എങ്കിലും എൻ്റെയും എൻ്റെ ട്വിന്നിൻ്റെയും കർമ്മമേഖലകൾ വളരെ വ്യത്യാസപ്പെട്ടതാണ്. ഒരിക്കലും നമ്മൾ ഒരു ഒപ്പം ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഒരേ കർമ്മമേഖല നമ്മൾ എടുക്കില്ല എന്നല്ല, വളരെ ചാൻസ് കുറവാണ്. വളരെ ചാൻസാണ് കുറവാണ്. കാരണം നമ്മളുടെ എന്തൊക്കെയോ കർമ്മങ്ങൾ ഒടുക്കാനാണ് നമ്മൾ ഈ ഭൂമിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ കർമ്മങ്ങളൊക്കെ ഒടുങ്ങിക്കഴിഞ്ഞാലോ ദേഹം ഒരിടത്ത് പതിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കർമ്മങ്ങൾ എന്തെല്ലാമാണോ അത് ഞാൻ ചെയ്യും. എൻ്റെ ഒപ്പം ജനിച്ച ആളാണെങ്കിലും അവരുടെ കർമ്മഫലങ്ങളും വേറെ ആയിരിക്കുമല്ലോ, അതിനനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. ഇനി ചില ആൾക്കാരുണ്ട് എപ്പോഴും മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുക. അവർക്ക് അങ്ങനെ സുഖം, ഇങ്ങനെ സുഖം, പരമസുഖം, ഒരു ടെൻഷനും ഇല്ല, എന്തൊരു നല്ല ജീവിതമല്ലേ, എപ്പോഴും നമ്മൾ പറയുന്നതല്ലേ അവർ വളരെ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. എൻ്റെ കാര്യം ബഹു കഷ്ടമാണ്, ഒരിക്കലും നല്ലത് വന്നിട്ടില്ല, ഇനി നല്ലതൊട്ട് വരും തോന്നണമില്ല. കാരണം ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടേയിരിക്കുക. എന്താണോ എനിക്ക് വന്നത് അതിൽ തൃപ്തിപ്പെട്ട്, എനിക്ക് ഇന്ന് ദൈവം തന്നിരിക്കുന്നത് അതിൽ തൃപ്തിപ്പെട്ട് നമ്മൾ ജീവിക്കണം. മറ്റുള്ളവരുടെ അത്ര എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മളൊരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അവരവരുടേതായിട്ടുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി ജനിച്ചതാണ്. നമ്മളുടെ കർമ്മം എന്താണോ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങൾ ഒടുങ്ങാത്തതുകൊണ്ടാണല്ലോ ഈ ജന്മത്തിൽ ജനിച്ചത്. അപ്പോൾ ഈ കർമ്മങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. അവരവരുടേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു, നമ്മൾ നമ്മുടേതായിട്ടുള്ള കർമ്മങ്ങളും ചെയ്യുന്നു. ചില ആൾക്കാർക്ക് ജനിക്കുന്നതേ ദാരിദ്ര്യത്തിലായിരിക്കും, പിന്നീട് അങ്ങോട്ട് മുഴുവനും ജീവിതകാലം മുഴുവനായിട്ടും ദാരിദ്ര്യമായിരിക്കും. അങ്ങനെയുള്ള എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. മരിക്കുന്നത് വരെയും ഒരു സമ്പാദ്യമോ അല്ലെങ്കിൽ ഒരു സ്വത്തോ ഒരു മനസ്സമാധാനമോ ഒന്നുമില്ലാതെ എപ്പോഴും ഇങ്ങനെ കശപിശ കൂടിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടിട്ടും മാത്രമല്ല, എന്താണ് ഈ ദേഷ്യമൊക്കെ വരുന്നത് വെച്ചാൽ അവരുടെ ദാരിദ്ര്യം കൊണ്ടാണ്. അതിൽ നിന്ന് അവർക്ക് കരകയറാൻ പറ്റിയിട്ടില്ല. അതൊക്കെ അവരുടെ കഴിഞ്ഞ ജന്മത്തിൻ്റെ കർമ്മങ്ങളുടെ ഫലങ്ങളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവ് ദൈവം തന്നിട്ടുണ്ട്, അതെന്തായാലും ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്താണ് കഴിവ് എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കണം. ആദ്യമൊന്നും നമുക്ക് പിടികിട്ടില്ല. നമ്മൾ സ്കൂളിൽ തന്നെ എന്താവാൻ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോന്നാണ് പറയുക. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ അന്നേ പറയും കേട്ടോ, സിനിമാ നടനാവണമെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് പോലും ചിരി വരാറുണ്ട്. കാരണം അതിനെ കണ്ടാൽ അത്രയ്ക്കും ഒരു സിനിമാ നടനാവുമെന്നൊന്നും നമുക്ക് തോന്നുക പോലുമില്ല. പക്ഷെ അവരുടെ ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് എന്നിട്ട് നോക്കിയപ്പോഴോ അവരിപ്പോൾ സിനിമ ഫീൽഡിലാണ്. അപ്പോൾ നമുക്ക് തന്നെ അത്ഭുതം, അങ്ങനെ തന്നെയായിരുന്നു അല്ലേ, തീവ്രമായിട്ടുള്ള ആഗ്രഹമായിരുന്നു അല്ലേ. ചിലർ വെറുതെ അങ്ങനെ സാധാരണ നമ്മൾ പറയില്ലേ, എനിക്ക് ഡോക്ടറായാൽ മതി, എനിക്ക് എൻജിനീയർ ആയാൽ മതി, സാധാരണ അത് രണ്ടുമാണ് പറയാമല്ലോ. ഇപ്പോൾ കുറച്ചൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി മനുഷ്യന്മാർ, കാരണം അവരുടെ കഷ്ടപ്പാടും കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് അപ്പോൾ ഡോക്ടറാവുന്ന ആഗ്രഹമുള്ള ഒരാൾക്ക് എപ്പോഴും ഡോക്ടറാവാൻ ഭഗവാൻ വിധിച്ചിട്ടുണ്ടെങ്കിലേ ആവാൻ പറ്റുള്ളൂ. അവൻ ചിലപ്പോൾ 4 പ്രാവശ്യം എഴുതിയാലും അതിൻ്റെ പരീക്ഷ പാസ്സായിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് അവൻ എൻജിനീയറിങ്ങിലേക്ക് തിരിയും. അപ്പോൾ ആ വർഷം 4 വർഷം അവിടെ വെറുതെ
പാഴായി പോയി എന്ന് മാത്രം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾക്കൊരു കഴിവ് തന്നിട്ടുണ്ട്. ചിലർക്കത് ഡാൻസായിരിക്കാം, ചിലർക്കത് പാട്ടായിരിക്കാം, മറ്റു ചിലർക്ക് ചിത്രം വരയായിരിക്കാം, മറ്റു ചിലർക്ക് അഭിനയമായിരിക്കാം. അങ്ങനെ പല 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 കഴിവുകളും നമ്മുടെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് പറയുന്നത്. ആ ഒളിഞ്ഞു കിടക്കുന്ന കഴിവ് എന്താണെന്ന് നമ്മൾ ഓരോ ഫീൽഡിൽ ഇറങ്ങി നോക്കുക. ഇതൊന്നും അല്ലാന്ന് അപ്പം തന്നെ മനസ്സിലാവും. അതിൻ്റെ ഫലങ്ങൾ കിട്ടുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇതല്ല ശരിയായി. അത് നമ്മുടെ മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും. മറ്റെന്തെങ്കിലും ജോലി, ഇപ്പോൾ ടീച്ചിങ് അല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ജോലിയിൽ ഞാൻ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മുഴുവനും അപ്പോൾ ഒരു മനസ്സമാധാനക്കുറവ് വരും. ഫൈനലി എനിക്ക് മനസ്സിലായി, ആദ്യം തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എൻ്റെ പഠിപ്പ് കഴിഞ്ഞപ്പോഴേ മനസ്സിലായിട്ടുണ്ട്, എനിക്ക് വെച്ചത് ടീച്ചിങ് പ്രൊഫഷനാണ്. അതായത് ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നത് അതിൽ ഞാൻ തിളങ്ങും, അല്ലെങ്കിൽ അതെനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നൊരാത്മവിശ്വാസം പണ്ടേ ഉണ്ട്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണു. അങ്ങനെ തന്നെയാണ്. അത് നല്ല റിസൾട്ടുകൾ എനിക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം ആരും തന്നെ വളരെ മോശമാണ് എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ നമ്മൾ കേൾക്കാതെ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ടാവുമായിരിക്കും, പറയട്ടെ സാരമില്ല. പക്ഷേ എനിക്ക് എൻ്റെ ആത്മാർത്ഥതയും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നവർക്ക് ഡെഡിക്കേറ്റഡ് ആണ്, അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊരു തൃപ്തി എനിക്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തരുടെയും കഴിവുണ്ടല്ലോ, ആ കഴിവിനനുസരിച്ച് വേണം നമ്മൾ മുന്നിലേക്ക് നീങ്ങാൻ. അത് മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് അയാൾ നന്നായി പാട്ട് പാടുന്നുണ്ട്, ഇപ്പം എൻ്റെ ഭർത്താവ് നന്നായിട്ട് പാട്ട് പാടും, അതിച്ചിട്ട് ഞാൻ കണ്ടു കൊതിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് പാടാൻ പറ്റില്ല. ഞാൻ പാടുന്നത് ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് വിധിച്ചതല്ലേ നമ്മൾക്ക് കിട്ടുള്ളൂ. നമ്മളാ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൊതിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പം നമ്മുടെ കഴിവെന്താണെന്ന് സ്വന്തം കണ്ടുപിടിച്ച് മുന്നോട്ട് നീങ്ങാം. അപ്പം നമ്മുടെ മനസ്സിനിപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ഇതുപോലെ കമ്പയർ ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ ആർക്കാണ് ദോഷം? നമ്മുടെ മനസ്സിനാണ് ദോഷം. എന്നും കമ്പാരിസണാണ്. അയ്യോ അയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്, എനിക്കാവാൻ പറ്റിയില്ലല്ലോ എന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി മനസ്സമാധാനം. അപ്പോൾ ആർക്കാ കുഴപ്പം? അവർക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നമുക്കല്ലേ കുഴപ്പം വരുന്നത്. നമ്മുടെ മനസ്സാണ് ദുഷിച്ച് പോകുന്നത്. അതുകൊണ്ട് മധ്യാഹ്നാർക്ക പ്രകാശമിരിക്കവേ ഗദ്യോദയത്തെ തിരിയുന്ന പോലെ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല എന്ന്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു, പൂന്താനത്തിൻ്റെ കഥ പറഞ്ഞു, ഉണ്ണിയുണ്ടായത് നഷ്ടപ്പെട്ടു എന്ന്. ആ വരികളാണ് അടുത്ത വരികളായിട്ട് വരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ, അതായത് ഇത്രയും കാലം സങ്കടമൊക്കെ വന്നു എങ്കിലും ഭഗവാനെ ഭജിച്ച് അവസാനം മനസ്സിലായി ഭഗവാനൊരു ഉണ്ണി ഉണ്ടെങ്കിൽ വേറെ ഉണ്ണി വേണ്ട എനിക്ക് എന്ന്. അതാണ് അടുത്ത വരികൾ. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി, മിത്രങ്ങൾ നമുക്കെത്ര ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുന്നുണ്ട്, എപ്പോഴും ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുന്നുണ്ട്. എങ്കിൽ വേറൊരു ഉണ്ണി എനിക്ക് വേണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉണ്ണിയെ എൻ്റെ എപ്പം തന്നെ എപ്പോഴും അതും ഉണ്ണിക്കണ്ണനായിട്ട് തന്നെ ഉണ്ട്. വയസ്സാവുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഉണ്ണിക്കണ്ണനായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും കൃഷ്ണൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ഉണ്ണീനെ എനിക്ക് വേണ്ട. നമ്മളോട് എല്ലാവരോടും പറയാണ്. അപ്പോൾ കുട്ടികളില്ലാത്തവർ വിഷമിക്കേണ്ട, കുട്ടികളുണ്ടായിട്ട് മരിച്ചുപോയവരും വിഷമിക്കേണ്ട. ഉണ്ണികൃഷ്ണൻ മനസ്സിലുണ്ട് എങ്കിൽ നമ്മൾ മറ്റുള്ള ഒന്നും തന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? എന്നെ വിശ്വസിക്കൂ എന്നാണ് പറഞ്ഞത്. എന്നെ വിശ്വസിക്കുന്നവർക്ക് ഞാൻ യോഗവും ക്ഷേമവുമില്ലേ, യോഗക്ഷേമം അതെല്ലാം തന്ന് അനുഗ്രഹിക്കാം എന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ട് മനസ്സിലെങ്കിൽ ഒരു പേടിയില്ലാതെ നമുക്ക് ജീവിക്കാം. മിത്രങ്ങൾ നമുക്കെത്ര ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. അപ്പോൾ നമ്മൾ അർത്ഥത്തിനെ പറ്റിയിട്ട് എനിക്ക് ഇത്രയും ധനമില്ലല്ലോ, മറ്റുള്ളവരോട് കമ്പയർ ചെയ്തിട്ട് അവരുടെ അത്ര സ്വത്തില്ല, സമ്പാദ്യമില്ല എന്നൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ കുട്ടികളില്ല എന്ന് വിചാരിച്ച് അതിനും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് പറയുന്നത് വിഷ്ണു ഭക്തന്മാരാണ്. ധാരാളം സുഹൃത്തുക്കൾ നമുക്കുണ്ടാവും. അപ്പം നമ്മൾ വിഷ്ണു ഭക്തന്മാരായ നമ്മൾക്ക് സുഹൃത്തുക്കളായിട്ട് വരേണ്ടത് വിഷ്ണു ഭക്തന്മാർ തന്നെയാണ്. മറ്റുള്ളവരുടെ സുഹൃത്ത് ബന്ധം കുറച്ച് പരിചയപ്പെട്ട് കഴിഞ്ഞാലേ മനസ്സിലാവും ഇത് ശരിയാണോ, ഇവരുമായിട്ടുള്ള സൗഹൃദം വേണോ വേണ്ടയോ എന്നൊരു ചെറിയ സംശയം വരും.
അങ്ങനെ സംശയം വന്ന് നമുക്ക് തന്നെ സജ്ജനങ്ങളെ അല്ലെങ്കിൽ സത്സംഗത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് സത്സംഗം നടത്താവുന്നവരെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സത്സംഗവും തമ്മിൽ ചേരുകയാണെങ്കിൽ, അതായത് അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം അതിൽ മാത്രം ഒതുങ്ങി നിൽക്കും. അതായത് അവരോട് സംസാരിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളായിരിക്കും, ഭഗവത് കാര്യങ്ങളായിരിക്കും. അടുത്തുള്ള ആൾക്കാരുടെ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഫ്രണ്ട്സിൻ്റെ കുറ്റവും കുറവും ആയിരിക്കില്ല. മറ്റ് സുഹൃത്തുക്കൾ അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ ചില സുഹൃത്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ സംസാരം തുടങ്ങുന്നത് തന്നെ അവളെ നീ കേട്ടിട്ടില്ലേ, അവളെപ്പറ്റി കേട്ടില്ലേ, ഇവളെപ്പറ്റി കേട്ടില്ലേ, അല്ലെങ്കിൽ അയാളുടെ കാര്യം അറിഞ്ഞോ നീ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെറുതെ ഗോസിപ്പായിരിക്കും, പകുതിയും ഗോസിപ്പായിരിക്കും. ചിലപ്പോൾ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പറയണം. ഒരാൾ അസുഖം വന്ന് കിടക്കണത് നമ്മൾ നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്. പക്ഷെ അതല്ലാതെ ആവശ്യമില്ലാത്ത ഗോസിപ്പ് പറഞ്ഞങ്ങനെ നിൽക്കും. അപ്പോൾ അത് വേണ്ട. നമ്മളുടെ സുഹൃത്തുക്കൾ എപ്പോഴും വിഷ്ണു ഭക്തന്മാർ തന്നെയാണ് നല്ലത്. ഭഗവാൻ തന്നെ കൊണ്ടുവന്ന് തന്നോളും നമുക്ക്. ഭഗവാനോട് നമ്മൾക്ക് അത്രയും ഭക്തി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ ഭഗവാൻ തന്നെ നമ്മുടെ കൂട്ടത്തിലേക്ക് എത്തിച്ചു തരും എന്നാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബാലലീലകൾ ഇതൊക്കെ നമ്മൾ നാരായണീയത്തിലും മണിപ്രവാളത്തിലൊക്കെ വളരെ സുന്ദരമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ, അത് ഞാൻ പറയാൻ വിട്ടുപോയി ആ പോയിൻ്റ്. എന്തൊരു രസമായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ബാലലീല. അതൊക്കെ എന്ത് രസമല്ലേ. അതൊക്കെ നമ്മുടെ മനസ്സിൽ പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഉണ്ണി വേണമെന്ന് തോന്നുകയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ മിത്രങ്ങളെയും നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ലത് നോക്കി സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ പഴങ്ങളും ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നല്ലത് മാത്രം നോക്കി തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ, ഓരോരുത്തരുമായിട്ട് പരിചയപ്പെടുമ്പോൾ നമ്മൾ അതിൽ നല്ലത് മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അത് സ്വാഭാവികമായിട്ടും ഭഗവാൻ തന്നെ നമുക്ക് കൊണ്ടു തരുകയും ചെയ്യും. മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ. ഭഗവാന്റെ മായകളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, ഭഗവാൻ കാണിക്കുന്നതെല്ലാം ഓർക്കുമ്പോൾ വീട്ടിലുള്ള ഭാര്യ കാട്ടുന്ന വിലാസങ്ങളൊക്കെ വെറും ഗോഷ്ഠിയായിട്ടാണ് നമ്മൾ എടുക്കേണ്ടതുള്ളൂ എന്നൊരു ഉപദേശം കൂടെ തരികയാണ്. ഇനിയും തുടരുന്നുണ്ട്. ബാക്കി അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേതുമിത്ഥ മുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണോ.